വാക്കുകളിൽ വ്യക്തമാണല്ലോ. അദ്ദേഹം BJP-യുടെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. CPM-ന്റെ ക്യാപ്റ്റനായിട്ട് അവരുടെ ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തെ. പക്ഷെ ഇപ്പം BJP-യുടെ ക്യാപ്റ്റനാണ് സംശയിക്കേണ്ടി വരും. ഇദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞതാണ് നാക്കാർക്കും വാടക കൊടുക്കരുത്. ഇദ്ദേഹത്തിന്റെ നാക്ക് ഇപ്പം BJP-ക്ക് വേണ്ടി വാടക കൊടുത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും ആക്രമണം നടത്തേണ്ട കാര്യം എന്താണ്? ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്ന ആരാണ്? BJP. അതേ ഉത്തരവാദിത്വം അതേ കാര്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും ആക്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ. ഇത് ക്ലിയർ കൊട്ടേഷനാണ്. BJP-യുടെ. അത് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഡീല്. കാരണം ഡീലില്ലാതെ മുഖ്യമന്ത്രിക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബന്ധുക്കളെയും സ്വന്തക്കാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോഡിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലെ താല്പര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം, പാർട്ടി താല്പര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹത്തിന് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ആശയങ്ങളെയും അടിയറ വെക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇത്രയേറെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അതാ പറഞ്ഞത്. അത് ഇന്ത്യയിൽ ആരെങ്കിലും വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? ഞങ്ങളൊക്കെ ചിരിച്ചു, അദ്ദേഹം അറിഞ്ഞോട്ടെ. ആ വലിയ തമാശ കേട്ട് ചിരിച്ചു. രാഹുൽ ഗാന്ധി BJP-യുടെ B ടീമാണെന്ന പിണറായി വിജയന്റെ വലിയ തമാശ കേരളം കേട്ട് ചിരിക്കും. അദ്ദേഹത്തിന് ഞാൻ എന്താ അദ്ദേഹത്തെ കുറിച്ച് പറയാം? അദ്ദേഹം സുധാകരനെ കുറിച്ച് പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റുമോ? അത് അദ്ദേഹത്തിനല്ലേ ആ ഭാഷ പരിചയമുള്ളൂ. കേരളത്തിൽ വേറെ ആർക്കെങ്കിലും പരിചയമുണ്ടോ? തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ സമനില തെറ്റി പറയുന്ന ഇത്തരം കാര്യങ്ങൾ, പിന്നെ BJP-യുടെ മുമ്പിൽ കവാത്ത് മറക്കുന്ന കാര്യങ്ങൾ, ഇത് രണ്ടുമാണ് കാര്യം എന്നുള്ളതാണ് സംശയം. അല്ല, കേരളത്തിൽ നിങ്ങൾക്കറിയാം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഡീലുകളാണ് നടക്കുന്നത്. അത് സ്ഥാനാർത്ഥി ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ ആരൊക്കെ സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെ ആവേണ്ടവരായിരുന്നു, ഇപ്പൊ എങ്ങനെ ആയത്. ഇതിന്റെയൊക്കെ പിന്നിൽ അന്തർധാര എന്താണെന്ന് ആർക്കാ അറിയാത്തത്? UDF തരംഗം ആഞ്ഞടിക്കുകയാണ് കേരളത്തിൽ. അത് മെല്ലെ മെല്ലെ ഒരു കാറ്റായിട്ട് വന്നു, ഇപ്പൊ തരംഗമായിട്ട് ആഞ്ഞടിക്കുകയാണ്. UDF വൻ വിജയം നേടും. പത്തനംതിട്ടയിലും ഈ അടൂരിൽ അടക്കമുള്ള സീറ്റുകളിലെല്ലാം വിജയം നേടും. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധവ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു. ന്യൂ ഡേ സ്പൈസസ്